ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിരട്ട ചായയാണ്. അപ്പോൾ ഇതുവരെ ഈ ചായ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ ഈ ചായക്കായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ്. അപ്പോൾ ചിരട്ട എടുക്കുമ്പോൾ ഈ ചിരട്ടയുടെ പുറത്തെ ഈ ചകിരിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം വേണം വെക്കാനായിട്ട്. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ ചകിരിയോട് കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീ കയറി പിടിക്കും. അപ്പം ഞാനിത് ചകിരിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ അടുപ്പിൽ വെക്കുമ്പോഴാണേലും നമ്മൾ ചെറിയ അടുപ്പ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ചിരട്ട മറിഞ്ഞു പോകും. അപ്പം ഇതിനായിട്ട് ആദ്യം പാല് കാച്ചിയെടുക്കാം. അപ്പം ഈ ഒരു ചിരട്ടയിൽ നമുക്ക് ഈ അരമുറി ചിരട്ടയ്ക്കകത്ത് ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്സിനുള്ള ചായയെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പാല് കാച്ചാനായിട്ട് വെക്കാം ആദ്യം. ഈ ചിരട്ട ചായക്കായിട്ട് അര ഗ്ലാസ് പാല് മതി. അപ്പം ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിരട്ടയിലേക്ക് ബാക്കിയുള്ള കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ചായപ്പൊടി, പഞ്ചസാരയും ചായപ്പൊടിയുടെയൊക്കെ അളവ് എന്തുമാത്രം സ്ട്രോങ് ആയിട്ടാണോ കുടിക്കുന്നത് അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ചിലവർക്ക് മധുരമൊക്കെ വളരെ കുറച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്, അപ്പം അതിനനുസരിച്ച് കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അര സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കുകയാണ്. കാരണം ഇതിപ്പോൾ ഞാനൊരു ഫ്ലേവറിനായിട്ട് ഒരു ജിഞ്ചർ ടീ എന്നുള്ളൊരു കണക്കിലാണ് ഞാനിത് എടുക്കുന്നത്. കാരണം ഒരു ചെറിയൊരു തൊണ്ടയടപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളും ജിഞ്ചർ ടീ കുടിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്കിതിന് പകരം ജിഞ്ചർ ടീ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഏലക്കയോ അല്ലെങ്കിൽ മസാലയായിട്ടുള്ള അങ്ങനെ മസാല ടീയോ ഏത് വേണമെങ്കിലും നമുക്കിതിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ജിഞ്ചറിൻ്റെ സത്തൊക്കെ ചായയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം വരെ പാലൊഴിച്ച് കൊടുക്കാം. ഇത്രയും വരെ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചായ തിളച്ച് കഴിയുമ്പോഴേക്കും മൊത്തം കൂടി പുറത്തേക്ക് തൂക്കി പോകും. പിന്നെ ഇതും കൂടി പാല് ചേർത്തതിന് ശേഷം ഒന്നുകൂടി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പക്കടും കൂടെ കരുതിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധാരണ അടുപ്പിൽ നിന്ന് വാങ്ങുന്നത് പോണക്ക് ചാടിക്കയറി പിടിച്ച് വാങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും, നമ്മളിങ്ങനെ തീയിൽ വെക്കുമ്പോഴത്തേക്ക് ചിരട്ട ആയതുകൊണ്ട് കത്തി പോകത്തില്ല എന്ന്. അങ്ങനെ കത്തിയൊന്നും പോകത്തില്ല. കാരണം ഇതിൽ ഈ വെള്ളമൊക്കെ കൂടി ചേർന്നിരിക്കുന്നതും ആയതുകൊണ്ട് തീ കുറച്ച് വെക്കുമ്പോഴേക്കും കത്തി പോകത്തില്ല. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ തിളച്ച് പൊന്തി വരുമ്പോഴേക്കും പെട്ടെന്ന് വാങ്ങണം. അപ്പം നമ്മുടെ ചായ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇതുപോലെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കപ്പ് നമ്മൾ കൂടെ പിടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ചായ എല്ലാം കൂടി താഴോട്ട് പോകും. ഇനി ഇതൊന്ന് ആറ്റിയതിന് ശേഷം അരിച്ചെടുക്കാം. അതുപോലെ ഞാൻ സാധാരണ നമ്മൾ എപ്പോഴും വീട്ടിൽ ചായ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഞാനിത് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഊറ്റിയതിന് ശേഷമേ അരിച്ചെടുക്കാറുള്ളൂ. അപ്പോഴാണ് ആ ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇതും അതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പം നമ്മുടെ ചിരട്ടച്ചായ തയ്യാറായി കഴിഞ്ഞു. കറക്റ്റ് ഈ ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചിരട്ടച്ചായയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. പറ്റുന്നവരൊക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ജിഞ്ചറോട് ചേർത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.